هذه تمارين من الدرس الرابع. أجب عن الأسئلة الآتية: أين ذهب أبو إبراهيم؟ أين ذهب أبو إبراهيم؟ إبراهيم عنده أبا എവിടെയാണ് പോയത്? والجواب ذهب إلى السوق. അവർ ചന്തയിലോട്ട് പോയി. والثاني وأين ذهبت أمه؟ وأين ذهبت أمه? അവരുടെ ഉമ്മ എവിടെയാണ് പോയത്? والجواب ذهبت إلى خالة إبراهيم زينب എന്ന് പറയാം. ഇബ്രാഹിമിന്റെ ഖാല സൈനബിന്റെ വീട്ടിലോട്ട് പോയി. أو ممكن نقول ذهبت إلى بيت أختها أيضا. അവരുടെ സഹോദരിയുടെ വീട്ടിലോട്ട് പോയി എന്ന് പറയും. സഹോദരി സൈനബ്, ഉമ്മയുടെ സഹോദരിയാണ് സൈനബ്. അപ്പം ذهبت إلى بيت أو إلى أختها زينب ممكن. متى رجع إبراهيم من المدرسة؟ എപ്പോഴാണ് ഇബ്രാഹിം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നത്? رجع إبراهيم من المدرسة بعد الحصة الأولى. ആദ്യത്തെ പീരീഡിന് ശേഷമാണ് തിരിച്ചു വന്നത്. ഇത് സഹിഹ് ഔ ഖത പറയാനാണ്. ഇബ്രാഹിം ഇബ്നു ഉഖ്തി യൂസുഫ. ഇബ്രാഹിം ഇബ്നു മകനാണ്, ഉഖ്തി യൂസുഫ യൂസുഫിന്റെ സഹോദരിയുടെ മകനാണ്. ഹദ സഹീഹ്, കാരണം ഇബ്രാഹിം യൂസുഫിനെ ഖാലി എന്ന് വിളിച്ചു, അതുകൊണ്ട് ഇത് ശരിയാണ്. യൂസുഫു അമ്മു ഇബ്രാഹിം അത് തെറ്റാണ്. യൂസുഫു ഖാലു ഇബ്രാഹിം ആണ്. അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ സഹോദരനാണ്, ഖാൽ എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ സഹോദരൻ. അഖവാത്തു ഇബ്രാഹിം ദഹബന ഇലൽ മക്തബതി. ഇബ്രാഹിമിന്റെ സഹോദരിമാർ മക്തബിലോട്ട് പോയത് തെറ്റാണ്. ദഹബന ഇലൽ മദ്റസതി, അവർ സ്കൂളിലോട്ടാണ് പോയത്. ഇഖ്വത്തു ഇബ്രാഹിമ ദഹബു ഇലൽ ജാമിഅതി. ഹദാ സഹീഹ്. يعني هنا يقول ذهبوا إلى الجامعة. അപ്പം ഇഖ്വ അവന്റെ സഹോദരന്മാർ ജാമിയയിലോട്ട് പോയി. ഇബ്രാഹിം മാ ദഹബ ഇല തബീബ്, ഇത് തെറ്റാണ്. ഇബ്രാഹിം ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇബ്രാഹിം ഹുവ ദഹബ ഇല തബീബ്. ഇനി അടുത്ത് ضع في الأماكن الخالية فيما يلي الفعل ذهب وأسنده إلى الضمير المناسب. അപ്പോൾ ذهب എന്നുള്ള ഫിഅൽ ഈ സെന്റൻസിന്റെ കൂടെ ചേർക്കാനാണ്. അപ്പം അൽ ഔലാദ് എന്ന് പറയുമ്പോൾ അത് ജംഉ മുദക്കറാണ്. അപ്പോൾ അതിന്റെ മുനാസിബായിട്ടുള്ള ദമീർ എന്താണ്? ഹും എന്നുള്ളതാണ്. അപ്പോൾ ദഹബ ഹുമിന്റെ കൂടെ വരുമ്പോൾ ദഹബു എന്ന് പറയും. വാവും അലിഫും ഉണ്ടാവും. അലിഫിനെ നമ്മൾ ഉച്ചരിക്കില്ല. അല്ല ഔലാദ് ദഹബു ഇലൽ മലാബി. കുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ അവർ മലാബിലോട്ട്, കളിക്കളത്തിലോട്ട് പോയി. രണ്ടാമത്തെ അത്വാലിബാത്തു. അപ്പോൾ ഇത് ഹുന്ന എന്നുള്ള ദമീറിന്റെ ആണ്. അത്വാലിബാത്തു ജമ മുഅന്നസ്. അപ്പം ദഹബന ഇലൽ മദ്രസതി, വിദ്യാർത്ഥിനികൾ സ്കൂളിലോട്ട് പോയി. അൽ മുദർരിസു അധ്യാപകൻ ദഹബ ഇലൽ ഫസ്ലി, ക്ലാസ് റൂമിലോട്ട് പോയി. അപ്പോൾ അൽ മുദരിസ് എന്ന് പറയുമ്പോൾ ഹുവ എന്നുള്ളതാണ്. അപ്പം ദഹബ എന്ന് പറയുന്നത്. അന ദഹബ്തു ഇലൽ മതാരി, ഞാൻ എയർപോർട്ടിലോട്ട് പോയി. അന ദഹബ്തു ഇലൽ മതാരി. ഉഖ്തി ദഹബത് ഇലൽ മത്ബഖി, എൻ്റെ സഹോദരി അടുക്കളയിലോട്ട് പോയി. അപ്പോൾ ദഹബത് തഅനീസ് സാക്കിന. ഐന ദഹബ്ത അൻത, നീ എവിടെയാണ് പോയത് എന്നുള്ളത്. ഇനി ഈ സെന്റൻസുകൾ കറക്റ്റ് ചെയ്യാനാണ്. ദഹബ്തു ഇലൽ മുസ്തഷ്ഫ മുഹമ്മദു. അപ്പോൾ മുഹമ്മദിനോട് സംസാരിക്കുമ്പോൾ ദഹബ്ത എന്ന് പറയണ്ടേ. ദഹബ്ത ഇലൽ മുസ്തഷ്ഫ യാ മുഹമ്മദ്, നീ ഹോസ്പിറ്റലിലോട്ട് പോയോ മുഹമ്മദ്. ആമിനത്തു വ ഫാത്തിമത്തു വ സൈനബു റജഉ മിനൽ ജാമിഅതി. അപ്പോൾ ഇവിടെ റജഉ എന്നുള്ളത് റജഅന എന്നാക്കണം, കാരണം ഇത് മുഅന്നസ് ജമു മുഅന്നസ് ആണ്. ആമിന, ഫാത്തിമ, സൈനബ് ജാമിഅയിൽ നിന്ന് തിരിച്ചു വന്നു. സുമലായി ദഹബ ഇല മക്കത്ത, സുമലായി ദഹബു എന്നാവണം. എൻ്റെ സഹപാഠികൾ മക്കയിലോട്ട് പോയി. ദഹബ എന്നുള്ളത് മുഫ്രദാണ്, ഒന്നിന് മാത്രമാണ് ഉപയോഗിക്കുക. ഇത് സുമലായി എന്നുള്ള ജമ്മാണ്. അന റജഅത മിനൽ റിയാദി അംസി എന്ന് പറയുമ്പോൾ അന റജഅതു മിനൽ റിയാദി അംസി, ഞാൻ ഇന്നലെ റിയാദിൽ നിന്ന് തിരിച്ചു വന്നു. മറിയമു വ ബനാതുഹ ദഹബത് ഇല ജുദ്ദ. അപ്പോൾ മറിയം വ ബനാതുഹ, ഇവിടെ ദഹബന എന്ന് പറയണം. ദഹബത്ത് എന്നുള്ളത് മുഫ്രദാണ്. ദഹബന ഇല ജുദ്ദ, അവർ ജുദ്ദയിലോട്ട് പോയി. ഉമ്മി ഖാല അന മരീദ്, ഇവിടെ ഉമ്മി ഖാലത്ത് അന മരീദത്തുൻ എന്ന് പറയണം. ഉമ്മ പറഞ്ഞു ഞാൻ രോഗിയാണെന്ന്. അപ്പോൾ ഖാല എന്നുള്ളത് ഖാലത്തും മരീദ് എന്നുള്ള മരീദത്തുൻ എന്നാവണം. ഇനി ഇത് മാ വെച്ചിട്ട് ഉത്തരം പറയാനാണ്. അജ്ബാനിൽ അസിൽ അലാത്തി ബിനഫി മുസ്തഅമിലൻ മാ. അദ്ഹബ്ത ഇലൽ മദ്രസതി അംസി, നീ ഇന്നലെ സ്കൂളിലോട്ട് പോയോ? ല മാ ദഹബ്തു ഇലൽ മദ്രസതി അംസി. അറജ അബൂക മിൻ ബഗ്ദാദ, നിന്റെ ഉപ്പ ബഗ്ദാദിൽ നിന്ന് തിരിച്ചു വന്നോ? ല മാ റജ അബി മിൻ ബഗ്ദാദ. അദ്ഹബത് ഉഖ്തുക ഇലൽ മുസ്തഷ്ഫ, നിന്റെ സഹോദരി ഹോസ്പിറ്റലിലോട്ട് പോയോ? ല മാ ദഹബത് ഉഖ്തി ഇലൽ മുസ്തഷ്ഫ. ഇനി ഇവിടെ ലി അന്ന, അതിൻ്റെ കൂടെ ദമീറുകൾ ചേർക്കുമ്പോൾ എങ്ങനെ മാറുന്നത് നോക്കാം. ലി അന്ന എന്ന് പറയുന്നത് ലി
പ്ലസ് അന്നയാണ്. പിന്നെ അന്ന എന്നുള്ളത് അഖവാത്തി ഇന്നയുടെ അഖവാത്തെ പെട്ടതാണ് അന്ന. അപ്പം ലി അന്ന എന്ന് അതിൻ്റെ അർത്ഥം എന്താ പറയുക, കാരണം പറയാനാണ്. ഒരു സംഭവത്തിന് കാര്യം പറയുമ്പോൾ കാരണം പറയുമ്പോഴാണ് ലി അന്ന ഉപയോഗിക്കുക. ലി അന്ന അതിൻ്റെ കൂടെ ഹുവ ചേർക്കുമ്പോൾ ലി അന്നഹു എന്ന് പറയും. ലി അന്ന പ്ലസ് ഹിയ ചേർക്കുമ്പോൾ ലി അന്നഹ. ലി അന്നയുടെ കൂടെ അന്ത ചേർക്കുമ്പോൾ ലി അന്നക്ക എന്ന് പറയും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. റജ ഹാമിദു മിനൽ മദ്രസത്തി ലി അന്നഹു മരീദുൻ. ഹാമിദ് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു, കാരണം അവൻ രോഗിയായതുകൊണ്ട്. ലി അന്നഹു. റജഅത് ആമിനത്തു മിനൽ മദ്രസത്തി ലി അന്നഹ മരീദ. ആമിന സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു, കാരണം അവൻ രോഗിയായതുകൊണ്ട്. റജഅതു മിനൽ മദ്രസത്തി ലി അന്നനി മരീദത്തുൻ. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു, കാരണം ഞാൻ രോഗിയായതുകൊണ്ട്. ലി അന്നനി മരീദത്തുൻ. ഇനി ഇവിടെ ഇഖ്റഅൽ മിസാൽ സുമ്മ അജിബ് അനിൽ അസ്ഇല അൽ ആതിയ ബിനഅം ഔ ബല. നഅം അല്ലെങ്കിൽ ബല കൊണ്ട് ഉത്തരം പറയാനാണ്. അപ്പോൾ ഈ ചോദ്യം നോർമൽ ചോദ്യമാണെങ്കിൽ അത് നഅം കൊണ്ട് ഉത്തരം പറയും. ഇനി അത് നഫി ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ ബല. അദഹബ്ത ഇലൽ മദ്രസത്തി അംസി. നീ ഇന്ന് സ്കൂളിലോട്ട് പോയോ? നഅം ദഹബ്തു. അതെ, ഞാൻ പോയി. ഇനി അമാ ദഹബ്ത ഇലൽ മദ്രസത്തി അംസി. നീ ഇന്ന് സ്കൂളിലോട്ട് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബല ദഹബ്തു. അതേ, പോയി. കാരണം ചോദ്യം നഫി ആയതുകൊണ്ട്. റജ അബൂക മിന സൂഖ്. നിന്റെ ഉപ്പ സൂഖിൽ നിന്ന് തിരിച്ചു വന്നോ? നഅം റജഅ. അമാ റജ അബൂക മിന സൂഖി. ഇനി വന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ബല റജഅ എന്ന് പറയും. അദഹബത് ലൈല ഇലൽ ജാമിയ. ലൈല ജാമിയയിലോട്ട് പോയോ? നഅം ദഹബത്. അമാ ദഹബ അഹൂക ഇല റിയാദി. നിന്റെ സഹോദരൻ റിയാദിലോട്ട് പോയില്ലേ? നഫിയുണ്ട് ചോദ്യത്തിൽ. അപ്പം ബല ദഹബ എന്ന് പറയും.